ഏത് കോളേജില്? ഇതാര് ഞാടെ പഠിക്കുന്ന? ഞാൻ നായന്മാരമൂല പഠിക്കുന്ന. കള്ളു പറയണ്ട, നേരെ നായന്മാരമൂല പഠിക്കുന്ന. നേര് നായന്മാരമൂല ഞാൻ നോക്കൂ. നായന്മാരമൂല തന്നെ. നീ ഇപ്പൊ കോളേജിൽ നീ നായന്മാരമൂലക്ക് എത്തിയാ? കോളേജിലത്തെ പെണ്ണ് എതിരാടിന്റെ ഗവൺമെന്റ് കോളേജിലത്തെ. ഗവൺമെന്റ് കോളേജിലത്തെ പെണ്ണത് നിങ്ങക്ക് നോട്ട് വരുന്ന? നേരെ കേട്ടെ, ഇതാരോളന്നല്ലേ? തബ്ഷീർ തന്നെയല്ലേ? തബ്ഷീർ അല്ല ഇത്. ഒക്കും സത്യമല്ല പറഞ്ഞാ മനസ്സിലാവുന്നില്ലേ? നിന്റെ സൗണ്ട് ഇങ്ങനെ തന്നെയല്ലോ. ആ ബുക്ക് എടുക്കല്ലോടാ, തബ്ഷീർ എഴുതി നമ്പർ അല്ലോ നോക്കല്ലോടാന്ന്. അതിന്റെ ബുക്ക് എടുക്കല്ലോ നോട്ട്. അതേ നമ്പർ ഞാൻ നേരെ പറഞ്ഞു. നീ നാളെ ക്ലാസ് തബ്ഷീറല്ലേ? ആ പിന്നെ അല്ല നീല ആ പങ്ങളെ നോട്ട് കൊടുക്കണമല്ലോ. പങ്ങ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നീ മേങ്കോലി എന്ത് ബോളത്തി ഇതാ ഹരി. നിന്റെ പേരെന്ത്? പിന്നെ നേരെ കേട്ടോ നിന്റെ പേര്. എന്റെ പേര് പറയാൻ കഴിയാ അങ്ങനെ? അങ്ങനെ എന്റെ പേരും പറയാൻ കഴിയാ. നീ ആര് പേര് തങ്ങാൻ പറ്റുവാ? എന്ത് തങ്ങളെ മോള്? തങ്ങളെ മോളാ? അള്ളാന്റെ മോള തങ്ങളെ മോള്. അതല്ല പോട്ട്. ഹലോ ഞാൻ നേരെ ചെല്ലി ആ പറഞ്ഞു ഓള് ചെല്ലീന് എന്നോട് ഇന്നില്ല പങ്ക് ഇപ്പൊ രണ്ടോട്ടായി വിളിക്കുന്നു. നീ ഓളെ ബുക്ക് മേങ്കോ ബുക്ക് എന്നോട് വിളിക്കുമ്പോ തന്നെ ചെല്ലീന് ഓള് നിന്നോട് നീന്ന് ചെല്ലിയെങ്കിൽ എപ്പോ? ഉച്ചക്ക് തരാം. ഉച്ചക്ക് നീ നാളെ ക്ലാസ് ഇല്ല ഞായറാഴ്ച ഞാൻ നാളെ വിദ്യാനഗറിലേക്ക് വരും അപ്പൊ തരാം. കള്ളു പറയണ്ട, നീ നേരെ ചെല്ലു. കാസറ്റ് വാങ്ങിക്കാനുണ്ട് അപ്പൊ ഞാൻ വരുന്നു അപ്പൊ തരാം. ബുക്കും കൊണ്ട് വരാവേ. എന്ത് കാസറ്റ് വാങ്ങിക്കാനുണ്ട്? സിനിമന്റെ. അപ്പൊ എവിടെയാണ്? എന്തിത് കള്ളു പറയും നോക്ക് വെറുതെ എന്നെ പറയുന്നേ. അതെ ഞാൻ പറഞ്ഞ കള്ളു നിനക്ക് എങ്ങനെ അറിയണേ? പിന്നെ എന്ത് കാസറ്റ് നിനക്ക് വാങ്ങിക്കാനുണ്ട്? അത് ഞാൻ വേണമെന്ന് നിനക്ക് അറിയാലോ. നിനക്ക് കാസറ്റ് ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ എന്റെ ഇഷ്ടമല്ല കാസറ്റ് വേണോ വേണ്ടല്ലോ. എന്തിഷ്ടം നോട്ടിട്ടാ മതിയില്ലേ? എന്ത് അവളത്ത് ഇപ്പൊ കൊടുക്കണം ഇപ്പൊ തരണം നീ നോട്ട്. നീ നേരെ കേട്ടോ മറ്റന്നാ കൊണ്ടുവരോ? അത്ര തിരക്കുണ്ടാണ് ഇപ്പൊ എന്റെ പേർക്ക് വന്നാ ഞാൻ തരാം നോട്ട്. വേണ്ടേ എവ പൊരക്കരാന്നും കൈ എന്തിന്റെ ഉമ്മാലും ഇല്ലേ? ഉമ്മ ഉണ്ടെങ്കിൽ നോട്ട് എങ്ങാൻ വരുന്നല്ലേ? എന്റെ ഉമ്മ പറഞ്ഞു പെണ്ണുങ്ങളോട് മുണ്ടി കൂടെ കുറെ നേരം. നിന്റെ ഉമ്മ അപ്പൊ നീ ഇപ്പൊ ഞാൻ പെണ്ണല്ലോ. എന്റെ പെങ്ങളെ ചങ്ങായി ഉണ്ടെന്നല്ലേ എന്നോട്. അപ്പൊ അങ്ങനെ പെങ്ങളെ ചങ്ങായിന്റെ പേർക്ക് വരുന്നതിന് എന്ത് പ്രശ്നമൊന്നുമില്ല. അന്ന് ഞാൻ വരല. നീ മിഞ്ഞാന്ന് എന്നോട് നീ മിഞ്ഞാന്ന് എന്നോട് അങ്ങനെ പറഞ്ഞതിന് അപ്പൊ ക്ലാസ് മനസ്സിലായിട്ട് അങ്ങനെ ഉണ്ടായി പറയും എന്ത് പങ്ക് എന്തിരിച്ചാണ് നീ എന്ത് പങ്ങളെ തരുന്ന എന്തെല്ലാം പറയുന്നേ? അത് സാറിന് നിന്റെ പങ്കല്ല അങ്ങനെ വിചാരിക്കൊന്നുമില്ല. ഇല്ല എന്റെ പങ്കോ ഉമ്മാടില്ല ചെല്ലുന്ന എന്റെ പങ്കോ ഉമ്മാടല്ലേ നിന്റെ ഉമ്മാടല്ലേ വേറെ ആരും ഉമ്മാട് പോയി ചെറിച്ചാലോ? എനിക്ക് എന്താ കൊഞ്ഞ എന്തെങ്കിലും എനിക്ക് എന്തെല്ലാം വിറ്റാക്കണ്ടെന്ന് വിഷയം പറയുന്നല്ലോ ഉൾട്ടിയോലോ നീ വീട്ടോളം ഇങ്ങനെ വിഷയം പറഞ്ഞിട്ട് ഉണ്ടായാലോ? അത് നേരെ കാണാൻ മതി. ഇത് ഫോണിലല്ലേ? നേരെ കേക്കുന്ന ആരിത് തബ്ഷീർ ഉണ്ടാടാ? തബ്ഷീറുണ്ട് ഇപ്പൊ മേടിച്ചത്ര. പോളത്തി പറയാവേ നിന്റെ പേരെന്ത് നേരെ പറയും? അനക്ക് പേരിട്ട് കാണുന്നല്ലേ ഫസ്റ്റ് നിന്റെ പേരെന്തല്ലേ? നീ അല്ലേ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നത്? എന്ത് ഇതെന്ത് കലമ്പിച്ച് നിനക്ക് മാപ്പിള ഇട്ടാനോളെ? സാറില്ല നീ ടെൻഷൻ അടിക്കണ്ട എന്റെ കാര്യത്തിൽ. എനിക്ക് ഉപ്പാവുമാവുണ്ട് ടെൻഷൻ ആവാൻ. ഇല്ലപ്പോ ഉണ്ടാ? ഇല്ല അതിന് ഭൂമിട്ടായിട്ട് ടെൻഷൻ വന്ന നമ്പർ തന്നെയാണ്. നിന്റെ സ്ഥലം എവിടെ? ഇത് പോരേടെ എന്റെ അന്നെ പോലെ ബൾപ്പിന്റെ ഉള്ളു. ബൾപ്പിന്റെ ഉള്ള ഞാനിരിച്ച കണ്ടത്തിന്റെ ഉള്ളു. അന്ന് ഞാൻ വരുമ്പോ കണ്ടത്തിന്റെ ഉള്ളല്ലോ ബൾപ്പിന്റെ ഉള്ളിലേക്ക് എത്തിയ. ഇപ്പൊ ഞാൻ മാറി ഇന്നലെ മാറി എത്ര അല്ല നിന്നോട് പറയണ വിചാരിച്ചില്ല മറന്നുപോയാവേ. നീ മറന്നേതാ എനിക്ക്? ഏയ് നിന്നോട് കേട്ടുന്ന എന്ത് കേട്ടുന്ന? തബ്ഷീറാണല്ലോ കൊടുത്തേ. തബ്ഷീറ ഇല്ല അവള് നിസ്കരിക്കുന്നുണ്ട് മഗ്‌രിബിന്റെ സമയല്ലേ. കള പറയണ്ട അവള് നിസ്കരിക്കുക എനിക്കറിയുന്നില്ല. അത് നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നിനക്ക് തോന്നല്ലേ ഈ പണ്ടൊക്കെ കൂടിയ പിന്നെ ബുദ്ധി നന്നായിന്. അല്ല പറഞ്ഞു ഓളെ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് പൊട്ടു ബുദ്ധി നിന്നെ അത് പറഞ്ഞ. നിന്റെ പേരെന്തിനാ? നിങ്ങക്ക് തബ്ഷീറാനെ കിട്ടിയാൽ മതിയോ? കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം അപ്പൊ തബ്ഷീറാനെ കിട്ടുവേ. അത് ഞാൻ എപ്പോ വിളിക്കണ്ടേ? നീ നിങ്ങക്ക് തബ്ഷീറാനെ വേണമെങ്കിൽ തബ്ഷീറാനെ നമ്പറിലേക്ക് വിളിക്കും. ഈ പെണ്ണിന് എന്തായിന്
പോളത്തെ ഞാന് ഫോണിലായിപ്പോയി. ഞാൻ പോളത്തിന് വിളിച്ചോന്ന് എല്ലാരും വിളിച്ചിട്ട്. നീ അങ്ങനെ നിന്റെ പേര് അതാണോണ്ടാക്കി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന. നീ എന്താ അങ്ങനെയല്ലോ പറയുന്നത്? ബേജാറാണ്. നിന്റെ പേരെന്ത്? നേരെ പറഞ്ഞു. നിന്റെ പേരെന്ത്? നിങ്ങക്ക് ടാക്സി വേണല്ലോ വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് ടാക്സി നമ്പറിലേക്ക് വിളിക്കാം. അപ്പൊ കിട്ടുക. നിന്റെ പേരെന്തല്ലോ? അനക്ക് പേരിട്ടിട്ടാണല്ലേ? എന്ത് അമ്മ സമയം കിട്ടില്ല. ഓളൊക്കെ ചങ്ങായിമാരെല്ലാം കറിയോ? അങ്ങനെ ഞാൻ കേട്ടെ. നിന്റെ പേരെന്ത്? അതിന് ഞാൻ കോളേജിൽ അടിക്കുന്നല്ലോ. ഞാൻ നയമാറ. എത്രയിലും അടിക്കുന്നു നയമാറ? ഞാന് +2. +2 കാള് പറയും. ഞാൻ കഴിഞ്ഞതല്ലോ +2. നീ കഴിഞ്ഞ ഇക്കൊല്ലം +2 എടുത്തൂടെ? ഇക്കൊല്ലം നീ +2 ഒന്നും പോണില്ല. നിനക്ക് വിദ്യാഭ്യാസം ഇല്ല. നിന്റെ സൗണ്ടേക്ക് പറയും ആലമ്പാടിയിലേടി തോന്നുന്നു. നിന്റെ പേരെ നിന്റെ സൗണ്ടേക്ക് പറയും ആലമ്പാടിക്ക്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പൊ അതെല്ലാം സത്യം നീ വിചാരിച്ചോ? എനിക്ക് തോന്നിയതല്ലോ. ബോളത്തി നീ ആലമ്പാടിയിൽ ആരടിയാണ് ഇല്ല. ഇങ്ങനത്തെ ബോൾത്തരം പറയാല. അല്ലിക്കാരാ സമ്മതിച്ചേ. നീ തർച്ചീറാണ് വേണ്ടത്. നീ തർച്ചീറാക്കി വിളിക്കുക. ഞാൻ വെക്കുന്നേ. നീ നായ്മാറുമല്ലോ. എത്രയിലും അടിക്കുന്നേ? അതന്നെ പറഞ്ഞ +2. പേരെന്തിന്റെ? പേര് ആടെ നീ പോയിട്ടില്ല. പ്രിൻസിപ്പാളിനോട് അങ്ങനെയല്ല മോളെ. എന്റെ ആർക്കുണ്ട് ആരോടും ചോദിക്കാൻ. ഇത്ര കുറ്റക്കെട്ടുണ്ട് പെണ്ണുള്ള അവിടെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ. അങ്ങനെയാ ഇപ്പൊ അറിഞ്ഞില്ലേ? അല്ല എന്റെ പേര് നേരെ കേട്ടേ. അങ്ങനെ ഫസ്റ്റ് നിന്റെ പേര് പറഞ്ഞല്ലേ? എന്റെ പേര് അറിയും. എന്റെ പേരെങ്ങനെ ഞാൻ അങ്ങനെ പറയുന്ന? നിന്റെ പേരെന്ത് പറയുള്ളൂ? നിന്റെ പേരെന്താ? അങ്ങനെ ഞാനും ചോദിക്കുന്നത് നിന്നോട്. മലയാളത്തിലല്ലേ ചോദിക്കുന്നത്? എന്റെ പേരാ ബാണ്ടപ്പ. നീ എല്ലാരോട് പറയും എന്റെ പേര്. അത്ര വൃത്തിയായിട്ട പേരാ? നമുക്ക് പേടിയാന്ന്. നോട്ട് ഇനി എടുത്തോടായിരുന്നു അതിന്റെ. നിന്നോട് കേട്ടെ. എന്റെ പേര് അൽത്താഫ്. നിന്റെ പേരെന്ത്? അൽത്താഫ്. അങ്ക് പേരിട്ടിട്ട അത് ജാതി കണ്ട. നീ എന്നോട് പറയാല്ലോ പറഞ്ഞു. നീ എന്നോട് ഫസ്റ്റ് നിന്റെ പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞു. നിന്റെ പേരെന്തല്ലോ? അതന്നെ പറഞ്ഞ പേര് എന്ത് പേരിട്ടില്ല. എന്ത് എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ കാട്ട് കൊടുത്തേ ഞാൻ കേക്കട്ടെ. ഉമ്മാട് നീ കേട് പോയിന്. ഉപദേശില്ല. ഉമ്മാനെ കാണുന്നില്ല. ദുബൈയില ഉപ്പ. ഞാൻ എന്തോ കൂലിപ്പണിക്ക്. അങ്ങനെ വിചാരിച്ച വെറുതെ വിചാരിച്ചാ ഇവ പൈസ കൊടുക്കണ. നേരെ കേട്ടാ. നിന്റെ പേരെന്ത്? അതിനൊക്കെ പേരിട്ടിട്ടാണ്. നായ്മാറിൽ സ്കൂളായിരുന്നു. ഞാൻ നാളെ കോളേജിൽ വരും. പാടെ നിന്റെ എല്ലാവരോടും ഞാൻ കേൾക്കും. ഇല്ല ഞാൻ നായ്മാറുള്ള സ്കൂളാണ്. ആർക്കും അറിയില്ല. സാർമാർക്കാണ് അറിയില്ല. ഡീസന്റാ നീ ഡീസന്റ് ആള്. എന്നൊക്കെ തന്നെയാ തോലും. നീ കണ്ട ബുദ്ധി പണ്ടേ എന്നോട് എന്റെ ഉമ്മ വരെ ചെല്ലി. നിന്റെ എത്ര പാപ്പാൻ കാര്യം കണ്ടിട്ടാ? എന്ത് ഉമ്മ ചെല്ലില്ല? ഉമ്മാക്ക് കണ്ണ് കണ്ട വേറെ. ആരുമ്മാക്ക്? നിന്റെ ഉമ്മാക്ക്? ഇല്ല. നീ എന്റെ ഉമ്മാനെ കണ്ട എങ്ങനെ മതിയല്ലോ. നിന്റെ പേരെന്താ പറയും? ഞാൻ ഫസ്റ്റ് എന്റെ പേര് പറഞ്ഞു. നിന്റെ പേര് പറഞ്ഞു. അതെന്നെ പറഞ്ഞ പേരിട്ടിട്ടാണ്. പേരിടാത്ത എന്ത് പേരിട്ടിട്ടാലും അങ്ങനെയൊക്കെ പറയില്ല. പേരിടാലേക്കോനെ എന്താ നിന്നെ പ്രസവിച്ചതിന്റെ അന്റെ സ്വഭാവത്തിന്റെ പേര് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. താമസക്കാരഞ്ഞ നേരേക്ക് കാര്യമായിട്ട് പറഞ്ഞ എന്താ ഉപ്പാക്കുമാക്ക് കൺഫ്യൂഷൻ ഏത് പേരിടരുത്. അതിനോട് ഇതുവരെ ഇട്ടിട്ടാ. ഇപ്പൊ ഞാൻ ഇട്ടു തരുമല്ലോ ഇങ്ങനെ എനിക്ക് പേര്. നീ ഇടണ്ട. നീ ഞങ്ങൾ അത്രയുടെ റിസ്ക് എല്ലാം എടുക്കാൻ പോണ അല്ല. അന്ന് നീക്ക് പേരിടുന്ന ഏറ്റവും വലിയ റിസ്ക് ആയെങ്കിൽ മോശമില്ല. പറയുന്നില്ല പേര്? നിനക്ക് എന്ത് നീ തർച്ചീറാണെങ്കിൽ എന്ത് പണി? ഞാൻ തർച്ചീറാ നമ്പർ പേര് വിളിക്കാവാൻ. ഒരു മിനിറ്റ് ഇതാ. നീ പിന്നെ മുന്നേ പറഞ്ഞു അവളെ നമ്പർ എഴുതി വെച്ചു. നോട്ടല്ലോ. പറയണ നമ്പർ പറഞ്ഞു തർച്ചീറാൻ. നിന്റെ ഫ്രണ്ടിന്റെ നമ്പർ എങ്ങനെ എനിക്കറിയില്ല. നേരെ കേട്ടാ. എന്റെ പേരെന്ത്? നിന്നോട് ചിത്രം പറയാൻ എന്ത് പാങ്ങെന്ന് അറിയോ? എന്ത് പാങ്? ഇപ്പൊ കുറച്ച് ഞാൻ പാങ്ങ് പോകും. ഞാൻ ഉമ്മാന്റെ ഫോൺ എടുത്തെങ്കിൽ നല്ല പെട്ടിട്ടു. ഉമ്മ ഇല്ലാന്ന് അറിഞ്ഞു എന്തിന്? ഉമ്മ ഇപ്പൊ വരുന്നില്ലേ? ഉമ്മാന്റെ ഫോൺ എടുക്കാൻ ഞാൻ എന്താക്കിന് മോളെ? നീ എന്ത് കിട്ടിയ നമ്പറിലേക്കല്ല വിളിക്കുക. പിന്നെ കിട്ടിയ നമ്പറിലേക്ക് വിളിക്കാൻ നമ്പർ തന്നിട്ട് എന്നെ വിളിച്ചിന്. ഉമ്മാന്റെ ഒന്ന് കൊടുത്തരണ്ട. നീ സത്യം സത്യം ഞാൻ അങ്ങനെ വിളിച്ചത്. ഞാൻ നേരെ പറഞ്ഞു എന്റെ മലയാളത്തിലല്ലേ ബൾബിന്റെ ഉള്ളില് ബോളത്യാവ് സത്യം. നിന്റെ ഉപ്പാവും